1963 പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ ഇടതുപക്ഷത്തിന്റെ കൂടെ നിലകൊണ്ട പഞ്ചായത്താണ് പുൽപ്പുള്ളി. ഇത്തവണത്തെ മിന്നുന്ന വിജയത്തിൽ CPM അണികളും നേതാക്കളും ഏറെ ആവേശത്തിലാണ്. എന്നും ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാണിച്ചിരുന്ന പുൽപ്പുള്ളി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണയാണ് കോൺഗ്രസിന് 6 സീറ്റ് നേടാൻ കഴിഞ്ഞത്. ഇത്തവണ CPMന് 9 സീറ്റിലും കോൺഗ്രസിന് 5 സീറ്റിലും വിജയിക്കാൻ കഴിഞ്ഞു. ഇത് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് CPM ലോക്കൽ സെക്രട്ടറി A. വിനോദ് UTVയോട് പറഞ്ഞു. പുൽപ്പുള്ളി ജനങ്ങൾ CPMന് ഇടതുപക്ഷത്തിന് മികച്ച വിജയമാണ് നൽകിയിട്ടുള്ളത്, മികച്ച വിശ്വാസമാണ് നൽകിയിട്ടുള്ളത്. പുൽപ്പുള്ളിയിലെ 14 വാർഡുകൾ പുതിയതായി രൂപീകരിച്ച ഒരു വാർഡും ചേർത്ത് 14 വാർഡുകളിൽ 9 സീറ്റുകളിൽ CPMൻ്റെ പ്രതിനിധികളെയാണ് പുൽപ്പുള്ളിയിലെ നല്ലവരായ ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അവർ നൽകിയിട്ടുള്ള വിശ്വാസം പാലിച്ചുകൊണ്ട് താഴ്മയോടുകൂടി ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച് CPM ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. ജനങ്ങളോടൊപ്പം എന്നും പുൽപ്പുള്ളിയിലെ CPM ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്തിൽ 33,000 ജനങ്ങളാണ് അധിവസിക്കുന്നത്. സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്തായാണ് കണക്കാക്കുന്നത്. നിലവിൽ 14,852 വോട്ടർമാരാണുള്ളത്. പുൽപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്ന ഉപരിവിദ്യാഭ്യാസത്തിന് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അത്തരത്തിൽ ആളുകളെ ചെയ്യാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ആലോചിച്ചിട്ടത്. മാത്രമല്ല സ്പോർട്സ് മേഖലയിലും ഒക്കെ വലിയ വ്യത്യാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു ഹൗസ് ഗ്രൗണ്ട് എന്ന രീതിയിലുള്ള ഹോം ഗ്രൗണ്ട് എന്ന രീതിയിൽ പുൽപ്പുള്ളിയിലൊരു ഗ്രൗണ്ടുണ്ട്, ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൈസ്കൂൾ ഗ്രൗണ്ടുണ്ട്. അതിനെല്ലാം നവീകരിച്ച് നൂതന തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി യുവാക്കളെ സ്പോർട്സ് രംഗത്തുകൂടി കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും എന്നാണ് പറയാനുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രം അതിനകത്തൊരു പുതിയ കെട്ടിടം കൂടി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം പണി പൂർത്തിയായി വരികയാണ്. ആ കെട്ടിടവും കൂടി പൂർത്തിയാകുന്നതോടുകൂടി വൈകുന്നേരം വരെ ചികിത്സ കൊടുക്കാനുള്ള തരത്തിലേക്കുള്ള ഒരു സംവിധാനമാക്കി, വൈകുന്നേരം വരെ പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനമാക്കി ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് മാത്രമല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയുണ്ട്, ഇവിടെ ആയുർവേദ ആശുപത്രിയുണ്ട്. ആയുർവേദ ആശുപത്രിക്ക് പ്രത്യേകമായിട്ടൊരു കെട്ടിടം കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് ആരോഗ്യ മേഖലയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനം നടത്തും. കൂടാതെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ചിറ്റൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ളവരെ ആശ്രയിച്ച് ജില്ലാ ആശുപത്രിയൊക്കെ മെച്ചപ്പെട്ട സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ട് പുൽപ്പുള്ളിയിലെയും ആരോഗ്യരംഗത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം ഇടതുപക്ഷം എന്ന നിലയ്ക്ക് ഏറ്റെടുക്കും. UTV ന്യൂസ്, പാലക്കാട്.